അവരെ ജാള്യത മറക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ചെയ്യാൻ അവര്. ഇയാൾ RS-കാരനാണ്, ഇയാൾ RS-കാരനാണ്, ഇയാൾ RS-കാരനാണ്, ഇയാൾ RS-കാരനാണ്. RSS വല്ല കടുത്ത വിഷമുള്ള ഏതെങ്കിലും ഉണ്ടോ? അതിൽ പെട്ടതാണ് ഇത്. എന്റെ മനസ്സിൽ ഉദിച്ചതിന്റെ പേരിലാണ് വല്ലാത്ത ഉദിക്കല ഉദിച്ചത്. ഞാൻ അദ്ദേഹത്തോട് മാപ്പ് പറയുന്നത്. കാന്തപുരം ഉസ്താദിനോട് ഇയാൾക്ക് ശത്രുത വരാനുള്ള ഒരു വിചിത്ര കാര്യം പറയുന്നുണ്ട്. അതൊന്ന് കേട്ടുനോക്കിയാലോ. ഇയാളുടെ തലയിലാണ് വെട്ട് കിട്ടിയത്. ആ വെട്ടൊക്കെ തുന്നിയത് ധരിപ്പിക്കാതിരുത്തേ. അപ്പൊ അതിന്റെ ഒക്കെ ഒരു പക ഈ RSSകാരോട് വല്ലാണ്ടുണ്ടായിരുന്നു. മുസ്ലിങ്ങളുടെ പണവും വാങ്ങി നക്കിയിട്ട് അവര് വെച്ചുകൊടുത്ത വീട്ടിൽ കിടന്നിട്ട് അവരെ സുഖിപ്പിച്ച് ഇത്രയും നാട് നിർത്തി ഇപ്പോ അറഞ്ചം പുറഞ്ചം തെറി പറഞ്ഞിട്ട് ഹിന്ദുക്കളെ ഐക്യപ്പെടുത്താൻ വേണ്ടിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുക. സുഹൃത്തുക്കളെ, സ്വയം സ്വാമി എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഇയാളെ തനി തിരിച്ചറിയേണ്ടത്. ഇയാൾ പറയുന്നത് കേൾക്കുക. എനിക്ക് മാറ്റമൊന്നുണ്ടായിട്ടില്ല, പക്ഷെ ചിലരെ മാറ്റിയെടുക്കേണ്ടതുണ്ട്. നമ്മുടെ കാന്തപ്പൻ കൂട്ടരെ മാറ്റിയെടുക്കേണ്ടതുണ്ട്. അവന്റെ ഒരു അടിമരുത്തനുണ്ട്, ഒരു പൗഡർമുട്ടപ്പൻ. അവനെ കുറിച്ചൊരു വീഡിയോ ഇട്ടുണ്ട്. അവൻ ആരാണ് എന്നെ കുറിച്ച് വീഡിയോ ഇടാൻ? ഈറ്റമാടികള് ഇവനൊക്കെ അടി കൊണ്ട് ചാവാനുള്ള സാധനങ്ങൾ അവനൊക്കെ. ഞാൻ നേരത്തെ പറഞ്ഞ് ഉപദേശിച്ചതാണ്. ഈ അമിത്ഷായെ കാണാൻ പോയപ്പോ തുടങ്ങിയതാണ്. പക്ഷെ അന്ന് എനിക്ക് മനസ്സിലായി ഇവന്മാര് ചെയ്യുന്നതാണ്. അപ്പൊ അവരെ ജാള്യത മറക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ചെയ്യാൻ അവര്. ഇയാൾ RS-കാരനാണ്, ഇയാൾ RS-കാരനാണ്, ഇയാൾ RS-കാരനാണ്, ഇയാൾ RS-കാരനാണ്. RSS വല്ല കടുത്ത വിഷമുള്ള ഏതെങ്കിലും ഉണ്ടോ? അതിൽ പെട്ടതാണ് ഇത്. ഇവനക്കെതിരെ ഇപ്പോ RSSന്റെ മൂട് താങ്ങിയായിട്ടുള്ള ജാമ്യത വന്നിട്ടുണ്ട്. കാരണം ഓൾക്ക് ഇപ്പൊ ഭയമായിട്ടുണ്ട്. കാരണം ഇവന് RSSലെ ഒപ്പം നിന്ന് കഴിഞ്ഞാൽ ജാമ്യതയുടെ കാര്യം പുറത്തേക്കാണ്. അപ്പോ ജാമ്യതൊക്കെ എന്താ പരിപാടി? RSSനെ സൂചിപ്പിച്ച് ഒപ്പം നിർത്തരുത്. ഇവന്റെ പരിപാടി എന്തായിരുന്നു? RSSനെ കുറ്റം പറഞ്ഞിട്ട് മുസ്ലിങ്ങളെ സൂചിപ്പിച്ച് നിർത്തരുത്. ഇവനെ കുറിച്ച് നമ്മൾ കൂടുതൽ ഒന്ന് വിശദമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനാണ് ഈ വീഡിയോ. ഈ കള്ളസ്വാമി കാന്തപുരം ഉസ്താദിനെതിരെ ഒരുപാട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ അടുത്തായിട്ട് കാന്തപുരം ഉസ്താദിനോട് മാപ്പ് പറഞ്ഞുകൊണ്ട് ഇയാൾ ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിനൊരുപാട് ആൾക്കാർ ഇയാളെ അഭിനന്ദിച്ചിരുന്നു. അപ്പോ ഇയാൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നിക്കണം. ഇത് ഇയാൾ പറയുന്നത് നോക്കണം നിങ്ങൾ. അബൂബക്കറിനോട് മാപ്പ് പറഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് കുറെ ആളുകള് കുറെ ജൽപ്പനങ്ങൾ പുറപ്പെടുവിക്കുന്നുണ്ട്. ഞാൻ ആ വീഡിയോയിനകത്ത് എല്ലാ കാര്യങ്ങളും പറഞ്ഞതാണ്. പക്ഷെ ഈ മുസ്ലിം സമുദായത്തിനകത്ത് ഇപ്പോഴും തലയ്ക്കകത്ത് വിവരമില്ലാത്ത ഒരുപാട് സാധനങ്ങളുണ്ട്. നമ്മൾ അവസാനിച്ചിട്ടില്ലല്ലോ. ആ തലമുറയിലെ തന്നെ മറ്റേ കുറെ എണ്ണം അതേ വർഗത്തിൽപ്പെട്ട കുറെ എണ്ണം ഉണ്ടല്ലോ, എഴുതാനും വായിക്കാൻ അറിയാത്തത്. അവിടെ കമ്പനിയിൽ മാത്രം നോക്കി മാപ്പ് പറഞ്ഞു, മാപ്പ് പറഞ്ഞു. നിങ്ങൾ കാര്യം മനസ്സിലാക്കണം. ഞാൻ വീണ്ടും വീണ്ടും അതല്ലേ പറയാണ്, എന്തിനാണ് മാപ്പ് പറഞ്ഞത്? നോക്കണം നിങ്ങൾ. ഇവൻ ശരിക്കും മാപ്പ് പറഞ്ഞിട്ടുണ്ട്. കേട്ടോളി നിങ്ങൾ മാപ്പ് പറയുന്നത്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരോട് ഞാൻ മനസ്സ് തുറന്ന് മാപ്പ് പറയുകയാണ്. ഞാൻ മനസ്സ് തുറന്ന് മാപ്പ് പറയുന്നു. ഇതൊന്നല്ല മാപ്പ്. നീ വളരെ വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട്. സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് എന്റെ മനസ്സിലെ അഗ്നിയുടെ ആളിക്കത്തിൽ സഹിക്കാൻ കഴിയാതെ ഞാൻ പലപ്പോഴും പലരോടും അതൊക്കെ കുറെ പറയാനുണ്ട്. പല ഞാൻ തന്നെ പറഞ്ഞുതരാം. അതിർത്തികളും ഉല്ലംഘിച്ചുകൊണ്ട് പലതും പറഞ്ഞിട്ടുണ്ട്. ഇയാളൊരു സൈക്കോണ് ശരിക്കും. ഇയാളെ സംസാരത്തിന് മനസ്സിലാവും. ഇപ്പോൾ മനസ്സിലെ അഗ്നി പലതുകൊണ്ടും അടങ്ങിയിരിക്കുകയാണ്. ആയതുകൊണ്ട് തന്നെ വലിയ വയോധികനായിട്ടുള്ള അബൂബക്കർ മുസ്ലിയാരോട് ഇനിയും മാപ്പ് പറയാതിരിക്കുന്നത് സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ ശരിയല്ല എന്നൊരു തോന്നല്, ഇതേ മാപ്പ് പറഞ്ഞ ആള് പിന്നെ പോകും എന്നൊരു തോന്നല് എന്റെ മനസ്സിൽ ഉദിച്ചതിന്റെ പേരിലാണ് വല്ലാത്ത ഉദിക്കല ഉദിച്ചത്. ഞാൻ അദ്ദേഹത്തോട് മാപ്പ് പറയുന്നത്. കാന്തപുരം ഉസ്താദിനോട് ഇയാൾക്ക് ശത്രുത വരാനുള്ള ഒരു വിചിത്ര കാര്യം പറയുന്നുണ്ട്. അതൊന്ന് കേട്ടുനോക്കിയാലോ. AP അബൂബക്കർ മുസ്ലിയാരും അദ്ദേഹത്തിന്റെ മകനും ഡൽഹിയിൽ പോയിട്ട് RSSന്റെ നേതാവ് അമിത്ഷാ ആഭ്യന്തരമന്ത്രിയെ കണ്ടു. അതും എന്റെ മനസ്സിൽ ആഘാതം. അതാണ് ആഘാതം ഉണ്ടാക്കിയത്. എന്തിനാണ് എന്റെ മനസ്സിൽ ഞാൻ ആഘാതം ഉണ്ടാക്കിയതെന്ന ചോദ്യമുണ്ട്. സ്നേഹം കൊണ്ടാണ്. വലിയ സ്നേഹമായിരുന്നു. അമേരിക്കൻ പ്രസിഡന്റ് വന്ന് കണ്ടാൽ എനിക്ക് അയാളോട് ദേഷ്യപ്പെടേണ്ട ആവശ്യമില്ല. അല്ല, UAE പ്രസിഡന്റ് വന്ന് അമിത്ഷായെ കണ്ടാൽ എനിക്ക് ദേഷ്യപ്പെടേണ്ട ആവശ്യമില്ല. പക്ഷേ എനിക്ക് ഇഷ്ടമുള്ള ആളുകള് ഇത്തരം ആളുകളുടെ ആഭിമുഖ്യം പുലർത്തുന്നു എന്നൊരു തോന്നൽ വന്നാൽ മതി, ഞാൻ എന്റെ കയ്യിലുള്ള ആയുധം അവർക്ക് നേരെ പ്രയോഗിക്കും. അങ്ങനെയാണ്. അത് അവിവേകമാണ്, എനിക്കറിയാം. അങ്ങനെയാണ് ഞാൻ AP അബൂബക്കർ
മുസ്ലിയാർ അവരുടെ ഒരുപാട് വാക്കുകളെ കൊണ്ട് ദ്രോഹിച്ചത്. അപ്പൊ വാക്കുകൊണ്ട് ദ്രോഹിക്കാനുള്ള ഒരു കാരണമാണ് ഇപ്പൊ ഈ പറഞ്ഞത്. കേട്ടില്ല നിങ്ങള്? ഇയാളെ കുറിച്ച് ആ വീഡിയോയിൽ ഇയാൾ തന്നെ പറയുന്നുണ്ട്, അകാലത്തിൽ എല്ലാം നഷ്ടപ്പെട്ടതായിരുന്നു അത്രേ. അങ്ങനെ RSSകാര് ഇയാൾ ഒരുപാട് ആക്രമിച്ചു എന്ന് പറഞ്ഞത്. ഇയാളെ വലിയച്ഛന് അയാളോടുള്ള വലിയൊരു പക ഉണ്ടായിരുന്നു ഇയാൾക്ക്. കാരണം ഇയാളുടെ അമ്മയുടെ 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 ആങ്ങള ഒരുപാട് സ്വത്ത് ഉണ്ടാക്കി വെച്ചിരുന്നു എന്ന് പറഞ്ഞത്. അതൊക്കെ വലിയച്ഛൻ പിടിച്ചു വെച്ച് വലിയച്ഛൻ മറ്റാർക്കും കൊടുക്കാതെ അങ്ങനെ അതുമായിട്ട് ഇങ്ങനെ മറ്റുള്ളവരൊക്കെ ഇങ്ങനെ പാപ്പരാക്കിയിട്ട് അതുകൊണ്ട് ഇങ്ങനെ ജീവിക്കുന്നതേ. അതിൽ ഇയാൾ വലിയച്ഛനെ ചോദ്യം ചെയ്തു. അതിന് വലിയച്ഛന് ഇയാളോടുള്ള പാകണ്ടായി. അതുപോലെ തന്നെ RSSകാർ ഇയാളെ ആക്രമിച്ചു. 36 വെട്ട് കിട്ടിയെന്നാണ് RSSകാരെത്തുന്നത്. ഇയാളുടെ പിന്നെ തലയിലാണ് വെട്ട് കിട്ടിയത്. ആ വെട്ടൊക്കെ തുന്നിയത് ധരിപ്പിക്കാതിരുത്തേ. അപ്പൊ അതിന്റെ ഒക്കെ ഒരു പക ഈ RSSകാരോട് വല്ലാണ്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ RSSകാരിൽ നിന്നും രക്ഷപ്പെട്ടിട്ട് ഇയാള് പിന്നെ നാട് വിട്ട് ഓടിയതാണ്. ഇയാള് നാട്ടിൽ നിൽക്കാൻ കഴിയാതെ പിന്നെ ആശ്രമത്തിലും അതുപോലെ തന്നെ മറ്റെവിടെയൊക്കെയോ ആയിരുന്നു. അതുപോലെ രണ്ടാളുകളോട് അത്ര ഇയാൾക്ക് മാപ്പ് പറയാനുണ്ടായിരുന്നത്. ഒന്ന് ഈ വലിയച്ഛന് സപ്പോർട്ടായിട്ട് സംസാരിച്ച ഒരാളുണ്ടായിരുന്നു, മുതിർന്ന ഒരാള്. അയാളെ കോളറിനൊക്കെ കയറി പിടിച്ചിട്ടുണ്ട്, അയാളോടും അതുപോലെ തന്നെ കാന്തപുരം AP ഉസ്താദിനോടും. അങ്ങനെ ഉസ്താദിനോട് ഇപ്പൊ മാപ്പ് പറഞ്ഞു. മറ്റാൾ മുമ്പ് മരിച്ചു, അപ്പൊ അയാളോട് എനിക്ക് മാപ്പ് പറയാൻ പറ്റിയിട്ടില്ല. ഇതൊക്കെ പറഞ്ഞിട്ട് തന്നെ ഇയാൾ പറയാണ് വലിയച്ഛന്റെ മകൻ മരണപ്പെട്ടു. അതിൽ ഇയാൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഇയാൾക്ക് വലിയച്ഛനോടാണ് ശത്രുത. പക്ഷേ ഈ വലിയച്ഛന്റെ മകൻ എന്തോ രോഗം വന്ന് മരണപ്പെട്ടതിൽ ഇയാൾക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഇയാളൊരു കൂരനല്ലേ? ഇയാൾ പറഞ്ഞോക്കെ നിങ്ങള്. ഈ വലിയച്ഛൻ എന്ന് പറഞ്ഞ ആളുടെ വീട് മുച്ചൂടും മുടിഞ്ഞുപോയി. കിട്ടിയ സാമ്പത്തികം ഒക്കെ മുടിഞ്ഞുപോയി. അവസാനം കഴിഞ്ഞ 5-8 മാസം മുൻപ് എന്റെ പ്രായത്തിലുള്ള അയാളുടെ മകൻ 40 സെന്റ് ഭൂമിയും 20-30 ലക്ഷം രൂപയും കൈവശം വെച്ച് എന്നെ നോക്കി ഇളിച്ചു നടത്തിയവൻ ഒരു ഉണ്ടയായിട്ട്, രോഗാതുരനായിട്ട് മരകിച്ച് നോക്കുക. എന്റെ മനസ്സിലെ അഗ്നി അവിടെ കെടുകയായിരുന്നു. നിങ്ങൾ പറയും സ്വാമിക്ക് ഇത്രമാത്രം പ്രതികാരം ആകാമായിരുന്നോ എന്ന്. ഞാനും ഇവരോട് ചോദിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ ആയിരുന്നു. അങ്ങനെയാണല്ലോ. മനുഷ്യന്മാരിങ്ങനെ ആവൂലടാ. മരിച്ചു എന്നുള്ള വാർത്ത എന്നെ അറിയിച്ച ആള് ഒരു ഷാജി ഒറ്റ വാക്ക് പറഞ്ഞോളൂ. അയാൾക്ക് പിന്നെ കണ്ടുകൂടാ, അയാളെ ചത്തു കേട്ടാ എന്ന് നോക്കാ നിങ്ങള്. അപ്പൊ ആ വലിയച്ഛന്റെ മകൻ മരണപ്പെട്ടതിലും ഇയാൾക്ക് ഭയങ്കര സന്തോഷം. അത് മുതൽ അത്ര ശത്രുത ഒക്കെ ഇല്ലാണ്ടായി. എല്ലാവരോടും മാപ്പ് പറയണമെന്ന് പോലും ചിന്തിച്ചു പോയത്. അതിൽ മാപ്പ് പറയാൻ കരുതിയ ഒരാള് മുമ്പേ മരിച്ചുപോയി. ഇപ്പൊ കാന്തപുരം ഉസ്താദിനോട് ഇതുകൊണ്ടാണ് ഞാൻ മാപ്പ് പറയുന്നു എന്നാണ് ഇയാൾ പറഞ്ഞത്. കാന്തപുരം ഉസ്താദിനോട് മാപ്പ് പറഞ്ഞിട്ടുള്ള ഈ വീഡിയോ പുറത്തു വന്നു. പിന്നീട് ഒരുപാട് ആൾക്കാർ ഇയാളെ അഭിനന്ദിച്ചു. അതിനുശേഷം അവരെ എതിർത്തുകൊണ്ടാണ് ഇയാള് മറ്റൊരു വീഡിയോ ചെയ്തത്. അപ്പോൾ ഇയാളുടെ തനി നിറം വ്യക്തമാക്കിയതുകൊണ്ട് ആരിസ് മദനി ഒരു വീഡിയോ ചെയ്തു. അപ്പോൾ ആരിസ് മദനിക്കെതിരെയാണ് പിന്നെ ഇയാൾ വന്നിട്ട് പലതും പറയുന്നത്. അതാണ് ഞാനിവിടെ തുടക്കത്തിൽ കാണിച്ചത്. എങ്കിൽ ആരിസ് മദനിയുടെ ആ വീഡിയോ എടുത്തുകൊണ്ട് ആ വീഡിയോ കണ്ടപ്പോഴാണ് നമ്മളെ ജാമിദ ഉണ്ടല്ലോ, ആര് ജിഹാദിക്കുണ്ടായ തലപ്പ് മുറിയനുണ്ടായ ജാമിദ ഓൾ ഈ വിഷയത്തിൽ രംഗത്തിറങ്ങിയത്. കാരണം ഇയാളെ പേരെന്തൊരു രമേശൻ അത്ര ഇസ്ലാമിയുടെ. ഈ രമേശൻ എങ്ങാനും RSSന്റെ ഒപ്പം കൂടിയാൽ ജാമിദയുടെ കാര്യം കട്ടപ്പോകെ. കാരണം RSSകാരെ പറ്റിച്ച് ജീവിക്കുന്നവളാണ് ഇവള് ജാമിദ. അപ്പോൾ ഇവന്റെ യഥാർത്ഥ ആൾക്കാരെ എത്തിക്കഴിഞ്ഞാൽ ഇവള് അവിടുന്ന് ഔട്ടാവേണ്ടി വരും. അപ്പൊ ഇവന്റെ തനി നിറവൾക്ക് തുറന്നു കാണിക്കട്ടെ. അപ്പോൾ ഇവനെ കുറിച്ച് ഇവള് വ്യക്തമായിട്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് ഞാൻ ഒന്ന് കേൾപ്പിക്കാം. ഇവൻ ഇത്ര കാലം കള്ളസ്വാമി നമ്മളെ പറ്റിച്ച് ജീവിക്കരുത്. അപ്പൊ ഇതൊക്കെ മുമ്പ് ജാമിദ പറഞ്ഞിട്ടുണ്ടെന്നാ പറയുന്നത്. എന്തായാലും ജാമിദ എന്താ പറഞ്ഞു നോക്കാം. നമുക്ക് ആരിസ് മദനിയുടെ വീഡിയോ കണ്ടിട്ടാണ് ജാമിദ ഇതിൽ പ്രതികരിക്കുന്നത്. ഫിനോയിൽ രമേശൻ ഉറഞ്ഞു തുള്ളുവാണ്. ആർക്കെതിരെയാണെന്ന് അറിയാമോ? കേരളത്തിലെ ഗ്രാൻഡ് മുഫ്തി ആയിട്ടുള്ള MP കാന്തപ്പനെതിരെ. ഞാൻ ആശയത്തോടൊന്നും യോജിക്കുന്ന ആളല്ല. പക്ഷേ മുസ്ലിങ്ങളുടെ പണവും വാങ്ങി നക്കിയിട്ട് അവര് വെച്ചുകൊടുത്ത വീട്ടിൽ കിടന്നിട്ട് അവരെ സുഖിപ്പിച്ച് ഇത്രയും നാട് നിർത്തി ഇപ്പോ അറഞ്ചം പുറഞ്ചം തെറി പറഞ്ഞിട്ട് ഹിന്ദുക്കളെ ഐക്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുക. ഇന്നുവരെ ഇവൻ ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു വാക്ക് പറയുകയോ അതല്ലെങ്കിൽ വേദമോ ഉപനിഷത്തോ എന്തെങ്കിലും പറഞ്ഞ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതോ ബോധവൽക്കരണം നടത്തുന്നതോ ഉപദേശിക്കുന്നതോ നമ്മൾ ആരും കണ്ടിട്ടില്ല. ഇപ്പൊ ജാമിദയുടെ പ്രശ്നം എന്താ അറിയോ? ഇവൻ കാന്തപുരം ഉസ്താദിനെ പറഞ്ഞ ഒന്നല്ല. ഈ കള്ളസ്വാമി ഇപ്പോ RSSകാരെ നല്ലോണം പുകയത്തിക്കൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട്. ഇവന് കാന്തപുരം ഉസ്താദിനോട് വെറുപ്പ് വരാനുള്ള കാരണം എന്താ പറഞ്ഞത്? അമിത്ഷാനെ പോയി കണ്ടതാ. അതേ ആള് ഇവിടെ ശശികലനെയും അതുപോലെ തന്നെ RSS നേതൃത്വത്തൊക്കെ വലിയ രീതിയിൽ പുകയറ്റിയത് ഇവിടെ ആരിസ് മദനി കേൾപ്പിക്കുന്നുണ്ട്. അപ്പൊ അത് കണ്ടിട്ട് ഇവൾക്കാണ് ഇപ്പൊ പ്രശ്നമായിട്ടുള്ളത്. കാരണം ഇവള് ജിഹാദിന്റെ മോളല്ലേ അല്ലേ? അപ്പൊ ഇവൻ അവിടെ കയറി കഴിഞ്ഞാൽ ഇവിടെ ഔട്ടാവേണ്ടി വരും. ഇവള് RSSകാരെ പറ്റിച്ച് ജീവിക്കുകയാണ്. ഇവളും അതുപോലെ തന്നെ ആരിഫ് ഹുസൈനൊക്കെ.
അപ്പൊ ഇവളെ കാര്യം കട്ടപ്പുകയെ കരപടം എത്തിക്കഴിഞ്ഞാൽ അപ്പൊ അതിന് ഇവൾക്ക് ഇവനെ പ്രതിരോധിക്കണ്ടേ? അല്ലെങ്കിൽ ഇപ്പൊ ഈ വിഷയത്തിൽ അഭിപ്രായം പറയേണ്ട കാര്യം ഇവൾക്ക്? ഇവള് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് ഈ വിഷയത്തിൽ. ആകെ ഇവന്റെ വായിൽ നിന്ന് വരുന്നത് അത്രയും പുഴുത്ത തെറികളാണ്. അതങ്ങനെ തന്നെ. ഒരു ചാമി ഇവനെ ജാമീന്ന് പറയാൻ പാടുള്ളൂ കേട്ടോ, പറയാൻ പാടുണ്ടോ ഇതൊക്കെ? നമുക്കൊക്കെ ഒരുപാട് സ്വാമിമാരെ അറിയാം, അവരൊക്കെ എത്രയോ കൊയറ്റാൻ കാമാണ്. ഇവൻ എവിടെ നിന്നാണ് ചാമി ആയതൊന്നും അറിയില്ല. ഇവന് എനിക്കിട്ട് പലപ്പോഴും വായി തോന്നിയതൊക്കെ വിളിച്ച് പറഞ്ഞു വന്നിട്ടുണ്ട്. അങ്ങനെ എന്റെ തന്തയ്ക്ക് വിളിച്ചപ്പോഴേക്ക് ഞാൻ അവന്റെ തന്തയുടെ തന്തയ്ക്ക് വിളിച്ചു. അപ്പൊ ഇനിയും അവൻ എനിക്കെതിരെ വന്നാൽ ഞാൻ അതിന്റെ അപ്പുറം കൊടുക്കും, ഒരു സംശയമില്ല. മുമ്പുള്ളതും കൂടി ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. കാരണം ഇവന്റെ ലക്ഷ്യം പെണ്ണുങ്ങൾക്ക് ചൂടറിയിച്ചു കൊടുക്കുക എന്നതാണ്. ഇവൻ ഒരിക്കലും എനിക്കെതിരെ വീഡിയോ ചെയ്തപ്പോഴത്തേക്ക് ഞാൻ പഠിച്ച എന്റെ മതത്തിനെതിരെ, അതല്ലെങ്കിൽ എന്റെ മതത്തിലെ മാനവിക വിരുദ്ധതയ്ക്കെതിരെ ഞാൻ സംസാരിക്കുന്നത് ഇവനാരാ? വലിഞ്ഞു കയറി വന്ന ഈ നാറി അഭിപ്രായം ഉണ്ടാക്കാൻ, അതല്ലെങ്കിൽ ഞാൻ പറയുന്ന വിഷയങ്ങളോട് ഇവന് യോജിക്കാനുള്ള കാരണങ്ങളുമുണ്ട്, വിയോജിക്കാനുള്ള കാരണങ്ങളുമുണ്ട്. അതാണ് പറയുന്നത്. അതല്ലാതെ മുസ്ലിങ്ങളെ സുഖിപ്പിക്കുന്നതിന് വേണ്ടി ജാമിദായി 4 തെറി പറഞ്ഞു കഴിഞ്ഞാല് മുസ്ലിങ്ങൾ വന്നിട്ട് എന്നെ കൊമ്പത്ത് വയ്ക്കുമെന്ന് വിചാരിച്ചത് ശരിയായി. ജാമിദായെ ചീത്ത പറഞ്ഞപ്പോൾ ഫിനോയിൽ രമേശൻ നല്ല പിള്ളയായിരുന്നു. കാന്തപുരത്തിനെ ചീത്ത പറഞ്ഞപ്പോൾ കറിയിലിടുന്ന കറിവേപ്പില പോലെ എടുത്ത് വെളിയിലിട്ടു. ഇതേ വല്ലയിടത്തും കിടക്കുന്ന സാമാനങ്ങളൊക്കെ എടുത്തിട്ട് വേണ്ടാത്തത് വെച്ചാലേ ഇങ്ങനെ ഇരിക്കും. ഇവനൊക്കെ തിരിഞ്ഞു കൊത്തും. ജാമിദായ ആരെങ്കിലും ഇപ്പോ ജാമിദ പറയുന്നത് എന്താ വെച്ചാല്, ജാമിദ ഇവനോട് കയറി കഴിഞ്ഞാല് സംഖ്യകളത്തിൽ നിന്ന് ഔട്ടാവേണ്ടി വരും. കാരണം ഇവനിപ്പോ സംഖ്യകളെ സൂചിപ്പിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. അപ്പോ അതാണ് ഇവിടെ ആകെയുള്ള പ്രശ്നം. ഇവളും ഇതേമാതിരി സംഖ്യകളെ പറ്റിച്ച് ജീവിക്കുകയാണ്, മറ്റോ മുസ്ലിങ്ങളെ പറ്റിച്ച് ജീവിച്ച് വീടായി. ഇവളെ നിലനിൽപ്പോ സംഖ്യകളെ പറ്റിച്ചിട്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇവള് വന്നിട്ട് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. വേറെ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒരു കാര്യവുമില്ലാതെ എനിക്ക് സ്വർഗവും നരകവും തരാൻ വേണ്ടിയിട്ട് ഇയാളൊരു വീഡിയോയുമായിട്ട് വന്നു. അതിനകത്ത് ഇയാള് എന്നെ വിളിക്കാണ് കുടിച്ചിപ്പെട്ടി അൽസേഷൻ എന്തൊക്കെയോ. അപ്പൊ ചേട്ടാ അപ്പോഴാണ് ഞാൻ ഇവരെ ശ്രദ്ധിക്കുന്നത് തന്നെ. അപ്പോഴാണ് ഒരു ഡിവൈഎസ്പി എന്നെ വിളിച്ചിട്ട് അതേ ഒരു കേസ് ഉണ്ട് മലപ്പുറത്താ അംബാസഡർ ഫിലോയിൽ വിറ്റ് നടന്നിട്ട് വേറെ ബിസിനസ് ആയിരുന്നു ആൾക്ക്, അങ്ങനെ പിടിക്കപ്പെട്ടിട്ടുണ്ട്. വേണമെങ്കിൽ എന്റെ ഡീറ്റെയിൽസ് തരാന്ന് പറഞ്ഞാൽ അധിക്ഷേപിക്കുക എന്നും അവരുടെ കാര്യങ്ങൾ ചൂടുന്ന് അന്വേഷിച്ചതിന്റെ പിന്നാലെ സമയവും ടൈമും എന്റെ എഫേർട്ടും ഒക്കെ കളയാന്ന് വെച്ചാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുള്ള കാര്യം. ഞാൻ അവിടെ അയാൾ പറയുന്ന വിഷയങ്ങളെ സംബന്ധിച്ച് നമുക്ക് അഭിപ്രായം പറയാന്നുള്ളതല്ലാതെ മറ്റൊന്നും എടുക്കേണ്ട കാര്യമില്ല. ഇവൻ എങ്ങനെയാണ് സ്വാമി ആയത് എന്നുള്ള രൂപത്തിൽ ഞാൻ പിന്നീട് നല്ല മറുപടി കൊടുത്തു. പിന്നീട് ഇടയ്ക്കെപ്പോഴും അവന് നിർത്തി, ഞാനും നിർത്തി. ഇപ്പോ പിന്നെയും തുടങ്ങേണ്ടി വന്നത് എന്തിനാണെന്ന് അറിയുമ്പോൾ അന്ന് ഞാൻ പറഞ്ഞു ഇവൻ മുസ്ലിം സമുദായത്തിന് ബാധ്യതയാകുന്നത്. മുസ്ലിങ്ങൾ ഇന്ന് ഇവനെ അതൊന്നല്ല മുസ്ലിം സമൂഹത്തിന് ബാധ്യത ആവേണ്ട കാര്യത്തിൽ ഇവള് വിളിച്ചു പറയുന്നത്. ഇവളും ആ മുസ്ലിം സമൂഹത്തിനെതിരെ കുറെ പറഞ്ഞതല്ലേ, ഇവളും ഇവിടുന്നായിട്ട് മാറിയതല്ലേ. പിന്നെ ഇവള് വെറുത്തു പോയ ആൾക്കാർക്ക് എന്തായ ഇവൾക്ക് എന്താ? പക്ഷെ അതല്ല, ഇതിപ്പോ യഥാർത്ഥത്തിൽ അവിടെ RSSന്റെ നേതൃത്വത്തെ പൊക്കി പിടിക്കുമ്പോ അവർക്ക് ഒപ്പം നിൽക്കുമ്പോ ഇവള് അവിടുന്ന് ഔട്ടാവേണ്ടി വരും. അതാണ് ഇപ്പൊ ഇവളെ പ്രശ്നം. അത് നമ്മളൊന്ന് മനസ്സിലാക്കുക. അതാണ് ഇവൻക്കെതിരെ ഇപ്പൊ ഇവള് രംഗത്ത് വന്നിട്ടുള്ളത്. ഇനി ഇത് മാത്രമല്ല, ഇവള് കുറെ പറയുന്നുണ്ട്. നരേന്ദ്രമോദിയെയും യോഗിയെയും ശശികല ടീച്ചറെയും എല്ലാവരെയും കുറച്ചും ഇയാള് തെറിയാ വിളിച്ചിരുന്നത്. ഇപ്പൊ എപ്പോഴാണ് ഇയാൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നത് എനിക്കറിയില്ല. ഞാൻ കുറെ കാലമായിട്ട് ഈ 5 വർഷത്തിന് ശേഷം ഞാൻ പിന്നീട് ഇവരെ ഹരിസുധയുടെ വീഡിയോ എല്ലാം കാണുന്നത്. ആരിസ്മതിയുടെ വീഡിയോ കേൾപ്പിക്കാണ് ഇവള്. എന്നിട്ട് അതിന് പിന്നെ ഓൻ പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട്. RSSനെയും സംഘികളൊക്കെ പുകഴ്ത്തിയ അത് കേൾപ്പിക്കാണ്. എന്നിട്ട് ഇവനാണ് എന്ത് പറഞ്ഞ് മാപ്പ് പറഞ്ഞത് AP ഉസ്താദിനോട്. അമിത്ഷായെ പോയി കണ്ടതും അതുപോലെ തന്നെ നരേന്ദ്രമോദി പോയി കണ്ടതിലുള്ള ഒരു കലിപ്പാണ് എന്ന് പറഞ്ഞിട്ട് AP അന്ന് ഉണ്ടായത് എന്ന് പറഞ്ഞിട്ട് ആ വിഷയത്തിലാണ് ഈ പിന്നെ കള്ളസ്വാമി AP ഉസ്താദിനോട് മാപ്പ് പറഞ്ഞത്. നോക്കണം നിങ്ങള്. എന്നിട്ട് മാപ്പ് പറഞ്ഞിട്ട് അതിനെ അഭിനന്ദിച്ച പോകാൻ പറയാം തമ്പലയിൽ പറഞ്ഞു വന്നാണ്. ഇനി ഇവ അടുത്ത ദിവസം ഇതിനൊക്കെ ന്യായീകരിച്ചുകൊണ്ട് വന്ന വീഡിയോയില് ഞാൻ മാപ്പും പറഞ്ഞിട്ടില്ല കോപ്പും പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നല്ലോ. അതിലിപ്പോ മാപ്പ് പറയാനുള്ള ഒരു കാരണം പറയുന്നുണ്ട്. കേട്ടോ കളി. മുമ്പ് ഓൻ അതല്ലല്ലോ പറഞ്ഞത്, ഓന്റെ മനസ്സിൽ നിന്നുള്ള ഒരു തീരുമാനമാണെന്ന് പറഞ്ഞത്. ഇപ്പൊ ഒന്ന് പറഞ്ഞു നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും ആയുധം സബ്സ്ക്രിപ്ഷൻ ഞങ്ങൾ അൺസബ്സ്ക്രൈബ് ചെയ്യുകയാണ്. അതിന് കൃത്യമായിട്ട് എഴുതാൻ അറിയില്ല കേട്ടോ. അങ്ങനെ ഇപ്പൊ പറഞ്ഞിരിക്കുകയാണ് ഞങ്ങള് 2 വർഷമായിട്ട് ഞങ്ങൾ കാണാറില്ല. മാപ്പ് പറഞ്ഞപ്പോ കണ്ടു. വേറൊരു കാര്യം മനസ്സിലാക്കുക, ഈ പറയുന്ന നിങ്ങളുടെ അബൂബക്കർ മറ്റേ മുസ്ലിയാരോട് അയാൾക്ക് എത്രയോ മറ്റേ 94 എന്നൊരു സുഹൃത്ത് ദുബായിൽ വന്ന സുഹൃത്താണ് എന്നെ കാണാൻ പറ്റി, വീട് കാണാൻ പറ്റും. അപ്പൊ അങ്ങനെ വന്നിട്ട് പറഞ്ഞു ആ കടമ അങ്ങോട്ട് തീർക്ക് സ്വാമി. അത്രയും ഇഷ്ടമുള്ള ഒരാളാണ് അദ്ദേഹം. ആ കടമ സ്വാമിജി അത് ചെയ്യണം. കാരണം സ്വാമിജിയാണ്. അങ്ങേക്ക് ഒരു പരമ്പരയുണ്ട്. ആയതുകൊണ്ട് തന്നെ ആ കടപ്പം അങ്ങനെ പറഞ്ഞൊരു കാര്യമുണ്ട്. അയാളുടെ നിലപാടുകളൊന്നും ഞങ്ങൾക്ക് ഇഷ്ടമൊന്നുമല്ല. അയാളുടെ മുടിക്കച്ചവടവും അങ്ങനെ മറ്റേ മകനും തമ്മിലുള്ള പണവും കാക്കലും പണത്തിന്റെ പേരെ കിടന്ന് കളിക്കലും ഇതൊന്നും ഞങ്ങളുടെ അവിടെ നിൽക്കട്ടെ. അങ്ങനെ കുറെ ഭ്രാന്ത് പറയുന്നുണ്ട് ഇയാള്. അപ്പൊ കേട്ടില്ല നിങ്ങൾ. അപ്പൊ ഗൾഫുകാരൻ പറഞ്ഞ അത്ര ഇപ്പം മാപ്പ് പറഞ്ഞത്. അപ്പൊ മുമ്പ് എന്താ പറഞ്ഞത്, എനിക്ക് വല്യച്ഛന്റെ മകൻ മരിച്ചപ്പോ ഒരു മാനസാന്തരം വന്നു, മാപ്പ് പറയേണ്ടവരോടൊക്കെ എന്റെ ആ പക തീർന്നു, അങ്ങനെ ഒരാള് മരിച്ചുപോയി, മറ്റൊരാളുള്ള കാന്തപുരാണ്, അദ്ദേഹത്തോട് മാപ്പ് പറയുന്നു പറഞ്ഞിട്ടാണ് മാപ്പ് പറഞ്ഞത്. ഇപ്പൊ പറഞ്ഞ എന്താ ഗൾഫുകാരൻ പറഞ്ഞിട്ടാണ്.
ഏതാ ഇതൊക്കെ? ഇനി ഇപ്പൊ ഇയാൾ പറഞ്ഞ കടുത്ത ഭാഷയിലാണ് കാന്തപുരം സൈനെ എതിർക്കുന്നത്. കാണാൻ പോയതും അദ്ദേഹത്തിന്റെ കാല് പിടിച്ചതും നരേന്ദ്രമോദിയുടെ കാല് പിടിക്കുന്ന കാര്യങ്ങൾ അതെല്ലാം പറഞ്ഞതാണ് തെറ്റെന്ന് ഞാൻ പറഞ്ഞില്ല. അവിടേക്കും അദ്ദേഹം കാണിച്ചിട്ടുള്ളതൊക്കെ വർഷത്തിൽ. അപ്പൊ നമ്മള് ആ കേട്ടത് എന്തായിരുന്നു? അത് പറഞ്ഞിട്ടില്ല. എന്നപ്പോ ഇതോ ഇപ്പൊ ഈ പറയുന്നത് ഇപ്പൊ എന്താ? അത് ശരിക്കും അവിടെ പറഞ്ഞിട്ടുണ്ട് അയാള്. നോക്കി നിങ്ങൾ, ഇയാള് വൈരുദ്ധ്യങ്ങൾ ഇയാളെ ചാനലിൽ എപ്പോഴും കിടക്കുന്നുണ്ട് വീഡിയോകൾ പറയുന്നു. നോക്കണം നിങ്ങൾ ഓരോരോ സാമ്യാളില്ലേ. എന്നിട്ട് ഇനി ഇതൊന്നല്ല, കാന്തപുരം പ്രസാദിനെ കുറിച്ച് വളരെ കടുത്ത ഭാഷയിൽ പറയുന്നുണ്ട്. ഇയാള് കാന്തപുരം പ്രസാദ് അടുത്ത് തന്നെ പോകുന്നതാണ്. അവർക്ക് ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട്, അത് അതുപോലെ നിൽക്കുന്നുണ്ട്. ആ ഒരു കാര്യത്തിന്റെ പേരിലല്ല ഞാൻ അപ്പൊ പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ ഒരാളെ ഇനി മതിയാവില്ല. ഞാനൊന്നും അങ്ങനെ, എനിക്ക് പ്രഷറും ഇല്ല, പ്രമേഹവും ഇല്ല, കൊളസ്ട്രോളും ഇല്ല. ഇപ്പോഴും ഞാൻ വഴിക്കൂടെ പെൺകുട്ടി പോകാൻ എന്ന് ചോദിക്കാനുള്ള പവർ എനിക്കുണ്ട്. ഇനിയും ഒരംഗത്തിന് ഭാര്യ എനിക്കുണ്ട്. ഞാൻ 25 വർഷം ജീവിക്കും. ഈ മനുഷ്യൻ ഏറി വന്നാൽ ഏത് നിമിഷവും അങ്ങനെയല്ല. അതാണ് ആളുടെ സ്വരൂപം. അതായാലോ ആയതുകൊണ്ട് തന്നെ അയാളെ കുറിച്ച് ഞാൻ ഇരുതരം പോയി എന്നൊക്കെ കാന്തപ്പൻ, കോന്തപ്പൻ അങ്ങനെ ചില പദപ്രയോഗങ്ങൾ നടത്തി. ആ പദപ്രയോഗങ്ങളുടെ പേരിലാണ് ഞാൻ മാപ്പ് പറഞ്ഞിട്ടുള്ളത്. അല്ല, അയാളുടെ ഇസ്ലാം വിവരം പാണ്ഡിത്യം പലരും പറയും, സ്വാമി അയാളെ പഠിക്കണം, മറ്റേ മർക്കസിന് പോകണം. ഒരു സർക്കസിന് പോകാൻ ഞാൻ തയ്യാറില്ല. ആർക്കും വേണമെങ്കിൽ ഇങ്ങോട്ട് വരാമല്ലോ. ഞാൻ ഇന്ത്യൻ സന്യാസിയാണ്, ഭാരതത്തിന്റെ സന്യാസിയാണ്. അതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും വിവരശേഖരണം ആവശ്യമുണ്ട്, എന്റെ അടുത്തേക്ക് വരാം. ഈ ഞങ്ങളുടെ ആശ്രമത്തില് ഖുർആനും പഠിപ്പിക്കും. വലിയ കാര്യമായിട്ട് ഇതാണ് ഇപ്പൊ ഇയാളെ കഥ. കെട്ടിലങ്ങള് ഇത്തരൊക്കെ ഈ കള്ളസ്വാമി പറഞ്ഞിട്ടും ആരിസ് മദീൻ ഇത്രേ പ്രതികരിച്ചിട്ടുള്ളൂ. അപ്പേക്ക് അയാൾ കണ്ടില്ല, അയാൾക്ക് കാര്യത് അയാൾക്ക് മാന്യമായിട്ടുള്ള ഭാഷയിൽ ഇത് പറയാം. ഇയാൾ എന്തൊക്കെ അനാവശ്യമാണ് ഇയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ജാമ്യം കൽപ്പിച്ചില്ല കുറെ. അപ്പൊ ഇയാളെ ഒരു തനി നിലവാരമാണത്. ഹിന്ദു സ്വാമിമാളെ മൊത്തത്തിലുള്ള വില കളയാൻ വേണ്ടിയിട്ട് ഓരോന്ന് നോക്കണം നിങ്ങള്. അപ്പൊ ഇവന്റെ തനി സ്വഭാവം നമ്മളൊക്കെ മനസ്സിലാക്കുക. ഇവന്റെ പരിപാടി എന്താ വെച്ചാല് എല്ലാവരെയും പരസ്പരം തല്ലുപിടിപ്പിക്കുക, എന്നിട്ട് അതിൽ നിന്ന് ആനന്ദം കണ്ടെത്തുക.